എന്ന് പറഞ്ഞാൽ ഈ ഗായോസ് എന്ന് പറയുന്ന മനുഷ്യന്, ഇദ്ദേഹം ഒരു സഭാ ശുശ്രൂഷകനും കൂടെയാണ്. ഇദ്ദേഹത്തിന് ചില കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ വന്നു. പക്ഷേ യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അർത്ഥം, നിന്റെ ശാരീരികപരമായ സ്ഥിതികൾ എങ്ങനെ ഇരിക്കണം? സുഖമായും. ഇതെന്നോടുള്ളതാന്ന് പറ വചനത്തിൽ. ഇതെന്റെ മക്കളോടുള്ളതാന്ന് പറ. ഇതെന്നോടുള്ള, എന്റെ ശരീരവും എന്റെ മക്കളുടെ ശരീരവും എങ്ങനെ ഇരിക്കണം? മാറാ രോഗം ബാധിച്ച് ഇങ്ങനെ കിടന്ന് നരകിച്ച് 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 പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനം അങ്ങ് കയറണം കേട്ടോ. ഇന്ന് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് എന്തോ ഈ വചനത്തിനകത്ത് നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകട്ടെ. രോഗത്തിന്റെ കാഠിന്യമല്ല വിഷയം. ദൈവവചനത്തെ കണക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടേക്ക് ദൈവശക്തി വ്യാപരിക്കും. ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി തികച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ആരോഗ്യസ്ഥിതി അങ്ങനെ ഇരിക്കണം, ശുഭമായും സുഖമായും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രോഗശക്തികൾ നിങ്ങളുടെ ശരീരങ്ങളെ വിട്ട് സുഖം പ്രാപിക്കട്ടെ. ഈ യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്, ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ സകലത്തിലും പ്രത്യുത നിന്റെ ശരീരത്തിലെ നിന്റെ സ്ഥിതികള് മാറട്ടെ. കാരണം നിനക്ക് ആരോഗ്യമുണ്ടാകട്ടെ, നിനക്ക് വിടുതലുണ്ടാകട്ടെ, നീ വിടുതൽ പ്രാപിക്കട്ടെ, നീ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതിന് വിരോധമായി ചലിക്കുന്ന സകല ചങ്ങലകളും അവൻ പൊട്ടിമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. പോരാ പോരാ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകലിനകത്ത് ആത്മീയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തെ ഇന്ന് പകൽ വിടുതൽ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. ചേർന്ന് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് പകൽ ആ വിടുതലുകളെ, വചനത്തിന്റെ വിടുതലുകളെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ശരീരങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരോഗ്യം മടങ്ങി വരട്ടെ. എല്ലാവരും ചേർന്ന് പറ, ആരോഗ്യം മടങ്ങി വരട്ടെ. ഇതിനകത്ത് ഹീലിംഗുകൾ നടക്കുന്നുണ്ട്. ചില ആളുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറ, ആരോഗ്യം മടങ്ങി വരട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ. ഇവിടെ സകലത്തിലും എങ്ങനെ ഇരിക്കണം? എങ്ങനെയൊക്കെ? ശുഭമായും എന്ന് പറഞ്ഞാല് ഇതിന്റെ അർത്ഥം എന്നറിയാമോ? ശുഭം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലേ? വേറെ ട്രാൻസ്ലേഷൻ പറയട്ടെ. സകലത്തിലും ഐശ്വര്യമായും. എങ്ങനെ? ഈ ശുഭമായും എന്നുള്ളത് ബൈബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് ഐശ്വര്യമായും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ദൈവം എങ്ങനെയാ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എങ്ങനെ ഇരിക്കണമെന്നാ? നിങ്ങൾ ഐശ്വര്യമായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. സിസ്റ്ററെ കേട്ടോ, എങ്ങനെ ഇരിക്കണം? ഐശ്വര്യമായി നിങ്ങൾ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നീ സകലത്തിലും ഐശ്വര്യമായിരിക്കട്ടെ. ഞാൻ ഈ വചനം ധ്യാനിച്ചു വന്നപ്പോഴേ ഓരോ വീടുകളിൽ ചെന്നാൽ കാണാം, ഇന്നയാള് ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്ക് കാണാം ഇന്ന ആളുകള് ഈ വീടിന്റെ
ഐശ്വര്യം. ഇതിനകത്ത് വേറെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൂത് പറയട്ടെ. നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ, എന്ത് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുക? കർത്താവായ യേശുവിനെ എന്റെ പാപങ്ങൾക്കായി ക്രൂശിൽ പിതാവ് കൈവിട്ടു. ക്രൂശിൽ യേശു മരിച്ചു. എന്റെ പാപങ്ങൾക്ക് പകരമായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. പുതിയ ആളുകൾ ഈ സന്ദേശം കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞോ, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. യേശുവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്ന് പറഞ്ഞ എല്ലാരും, യേശുവേ, അങ്ങ് ക്രൂശിൽ എനിക്കായി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ എല്ലാരും എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിക്കുന്നു. എന്റെ കുടുംബ തകർച്ചകളുടെ ശാപം യേശു ഏറ്റെടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പറഞ്ഞേ നിങ്ങൾ, എന്റെ കുടുംബ തകർച്ചയുടെ ശാപം യേശു ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയണം, ദൈവമേ, നിന്റെ മകനാക്കണം എന്നെ, നിന്റെ മകളാക്കി എന്നെ അവിടെ നിന്ന് അംഗീകരിക്കണം. നിങ്ങൾ എപ്പോൾ ഈ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറഞ്ഞ് ദൈവത്തോട് നിങ്ങളെ സമർപ്പിക്കുന്നുവോ, അപ്പോൾ മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി. ആമേൻ. ഇങ്ങനെ യഥാർത്ഥമായി ദൈവത്തിന്റെ മകനും മകളുമായ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇന്നതാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതേണ്ട ആവശ്യമില്ല. തോട്ട്സ് പറയാം, നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം നിങ്ങളാണ്. കാര്യം, നിങ്ങളുടെ അകത്ത് ഇരിക്കുന്നത് സാക്ഷാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നു. ഒരു വിശ്വാസി ദൈവത്തെ അന്വേഷിച്ചു പോകണ്ട. നീ ഇരിക്കുന്ന ഇടത്ത് ദൈവമുണ്ട്. പ്രത്യുത നിന്റെ അകത്ത് ദൈവമുണ്ട്. അതുകൊണ്ട് നീ ഐശ്വര്യമായി ഇരിക്കുന്നവനാണ്, ഇരിക്കുന്നവളാണ്. ഇന്ന് പകൽ എന്തോ അവൻ ചില കുടുംബങ്ങൾക്കകത്ത് അവൻ തകർച്ചയുടെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ആ ചങ്ങലകൾ പൊട്ടുകയാണ്. കാര്യം, നിന്റെ അകത്ത് ഈ വചനത്തിന്റെ ഡെലിവറൻസ് അകത്ത് കയറുകയാണ്.